പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി എത്തുന്ന നമസ്തേ അറേബ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. വടക്കേ മലബാറുകാരുടെ ആത്മാവും ആശ്വാസവുമായ ശ്രീ മുത്തപ്പൻ കടൽ കടന്ന് UAE-യിലുമെത്തി. അയ്യപ്പ സേവാ സമിതി UAE-യുടെ ആഭിമുഖ്യത്തിൽ ശ്രീ മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം അജ്മാനിൽ നടന്നു. 2 ദിവസങ്ങളിൽ നടന്ന മഹോത്സവത്തിൽ 20,000-ഓളം ഭക്തരാണ് അജ്മാനിലേക്ക് ഒഴുകിയെത്തിയത്. വരാത്ത മുൻപിലെ പെരുവിലെ ഒക്കെ മുത്തപ്പൻ നിൽക്കുന്നില്ലേ? ഭക്തിയും കലയും സംസ്കാരവും ഒരുമിക്കുന്ന വിസ്മയ കാഴ്ചകളാണ് മുത്തപ്പൻ വെള്ളാട്ടവും തിരുവപ്പനയും. പറശ്ശിനിക്കടവിലെ മുത്തപ്പന്റെ മടപ്പുരയായി മാറുകയായിരുന്നു 2 ദിനങ്ങൾ അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഓഡിറ്റോറിയവും പരിസരവും. മനസ്സറിഞ്ഞ് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുകയും ഭക്തരെ നെറുകയിൽ കൈവച്ച് സ്വാന്തനിപ്പിക്കുകയും നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട ദൈവസ്വരൂപമാണ് ശ്രീ മുത്തപ്പൻ. മുത്തപ്പനെ ഒരു നോക്ക് കാണാൻ, സങ്കടം പറയാൻ, മുത്തപ്പന് പറയാനുള്ളത് കേൾക്കാൻ വിശ്വാസികൾ ഒഴുകിയെത്തി. പ്രത്യേകം മടത്തറ കെട്ടിയുണ്ടാക്കിയായിരുന്നു തിരുവപ്പന മഹോത്സവം. മുത്തപ്പൻ മടപ്പുരകളിൽ നമ്മൾ സന്ദർശിക്കുന്ന സമയത്തുണ്ടാകുന്ന രൂപങ്ങൾ, മുത്തപ്പൻ്റെ 2 തിരുരൂപങ്ങൾ നാട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 16,000-ഓളം ആളുകൾ ആണ് ഇവിടെ എത്തും. രാത്രിയുടെ ഇടയിൽ അവർക്ക് എല്ലാ ആളുകൾക്കും 2 ദിവസം മുത്തപ്പൻ്റെ പ്രധാനപ്പെട്ട വഴിപാടായ അന്നദാനം 2 ദിവസം ഉണ്ടാകും. എല്ലാ പരിപാടികളിലും വളരെയധികം നമ്മുടെ നാട്ടിൽ കാണുന്ന തരത്തിൽ തന്നെ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. ഒരു ഉത്സവ പ്രതീതിയാണ് ഇന്ന് അജ്മാനിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് നമ്മൾ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നത് ഇവിടുത്തെ UAE-യിലെ ഭരണാധികാരികളോടാണ്. അവരെ വലിയൊരു മനസ്സിൻ്റെ ആ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റുന്നത്. ഈശ്വരനും വിശ്വാസിയും തമ്മിലുള്ള പ്രതീകാത്മക മുഖാമുഖമാണ് മുത്തപ്പൻ ആരാധനയുടെ അന്തസത്ത. വിശ്വാസിയുടെ മനസ്സറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കുന്ന ദൈവമാണത്രേ മുത്തപ്പൻ. കണ്ണൂരിൽ നിന്ന് മുത്തപ്പൻ കെട്ടിയാടുന്നവരുൾപ്പെടെ ഉത്സവത്തിനായി എത്തി. അയ്യപ്പ സേവാസമിതി UAE-യുടെ തിരുവപ്പന മഹോത്സവത്തിലെ ചടങ്ങുകൾ നാട്ടിലെ ആചാരരീതികളുടെ തനി പകർപ്പായിരുന്നു. നാട്ടിൽ ഒരു മുത്തപ്പൻ്റെ മടപ്പുര സങ്കേതത്തിൽ എങ്ങനെയാണോ ഉത്സവ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ മലയിറക്കൽ കർമ്മം, അതുപോലെ തന്നെ ഗുളികൻ്റെ ഒരു സങ്കല്പവും കൂടി ഇവിടെ പ്രശ്നവശാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗുളികൻ്റെ സങ്കല്പം, അതിൻ്റെ പൂജാതി കർമാദികൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് കോലം ഇല്ല, പൂജ മാത്രമേ ഉള്ളൂ. പിന്നെ മുത്തപ്പൻ്റെ വെള്ളാട്ടം, പിന്നെ സന്ധ്യാവേലക്കാട്ടം, മുതക്കലശം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിറ്റ് രാവിലെ നമ്മൾ തിരുവപ്പന കെട്ടിയാടുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലത് അതേ പ്രതീതിയിൽ തന്നെ നമ്മളിവിടെ ചെയ്തു വരുന്നു. മുത്തപ്പനെ കാണാനും അനുഗ്രഹം വാങ്ങാനുമായി 20,000-ഓളം ഭക്തരാണ് UAE-യുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയത്. ഇഷ്ടദൈവത്തെ അടുത്തു കാണാനായതിന്റെ നിർവൃതിയിലായിരുന്നു വിശ്വാസികൾ. അവിടെ കണ്ണൂരിൽ പോയി തൊഴാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ മൂന്നാമത്തെ വർഷമായപ്പോൾ ഞാൻ ഈ മുത്തപ്പൻ്റെ സന്നിധിയിൽ ഇവിടെ വന്ന് തൊഴാൻ എനിക്ക് മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. തെക്കൻ ജില്ലയിൽ നിന്നെത്തിയ പലർക്കും പുതിയ അനുഭവമായി തിരുവപ്പന മഹോത്സവം. ഇവിടെ വന്ന് കാണുന്നത് ആദ്യമായിട്ട് സത്യം പറഞ്ഞ മുത്തപ്പനെ കാണുന്നത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ്. നമ്മൾ പണ്ടൊരിക്കൽ ഇവിടെ പോയിരുന്നെങ്കിലും പറശ്ശിനിക്കടവിൽ പോയിരുന്നെങ്കിലും
അന്ന് ഈ തെയ്യങ്ങളും ഇതൊന്നും കണ്ടിരുന്നില്ല, ഈ വെള്ളാട്ടമൊന്നും കണ്ടിരുന്നില്ല. ആദ്യമായിട്ട് കാണുന്നത് ദുബായിൽ വെച്ചിട്ട് തന്നെയാണ്. അതിനുശേഷം നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക അനുഭൂതിയാണ്. ആദ്യമായിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആദ്യമായിട്ടല്ലേ എന്നെ കാണുന്നതല്ലേ എന്ന് ചോദിച്ചു. അത് സത്യമായിരുന്നു എന്നുള്ളതാണ്. UAE-യിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ മുത്തപ്പ ഭക്തജന സഹസ്രങ്ങളുടെ സംഗമ ഭൂമിയായിരുന്നു അജ്മാൻ. മണിക്കൂറുകൾ വരി നിന്നാണ് പലർക്കും ദർശനം സാധ്യമായത്. മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന പ്രസാദമോട്ടിൽ 10,000-ങ്ങൾ പങ്കെടുത്തു. മുത്തപ്പൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുഡ് കമ്മിറ്റിയാണ് ഞങ്ങൾ. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒത്തൊരുമയുടെ ഒരു പ്രതീകമാണ് ഇതിപ്പോൾ എന്നുള്ളതാണ്. ഇന്നലെ രാവിലെ 9:30 മണിക്ക് ഞങ്ങൾ തുടങ്ങി. ഇന്നലെ ഉച്ചക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തു. ഇന്നലെ ഭക്ഷണം നമ്മൾ പ്രസാദം കൊടുത്തു, ഉച്ചഭക്ഷണം പ്രസാദം കൊടുത്തു, ഇനി വൈകുന്നേരം പ്രസാദം കൊടുത്തു, ഇനിയിപ്പോൾ രാവിലെ ഇന്ന് പ്രസാദം കൊടുത്തു, മുത്തപ്പൻ്റെ പ്രസാദം കൊടുത്തു. ഇപ്പോഴും മുത്തപ്പൻ്റെ എന്ന് പറഞ്ഞാൽ ഒരാളും മടങ്ങിപ്പോകാൻ പാടില്ല ഭക്ഷണം. അതുകൊണ്ട് നമ്മൾ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഭക്ഷണം ഇപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഗുളികന് കലശം വെപ്പ്, മലയിറക്കൽ ചടങ്ങ്, കലശം എഴുന്നള്ളത്ത്, കളിക്കപ്പാട്ട്, മഹാഗണപതി ഹോമം, തിരുവപ്പന വെള്ളാട്ടം, ദർശനം, തിരുമുടി അഴിക്കൽ എന്നിവയ്ക്ക് ശേഷം മലകയറ്റത്തോടെ കർമ്മങ്ങൾക്ക് സമാപനമായി. വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും നിമിഷങ്ങൾക്കൊപ്പം കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ വിളിച്ചുചൊല്ലൽ കൂടിയായിരുന്നു മുത്തപ്പൻ തിരുവപ്പന ഉത്സവം. തൃശ്ശൂരിൽ നിന്നാണ്. ഞാനൊരു 5-6 വർഷമായിട്ട് ഇവിടെ സ്ഥിരം വരികയാണ്. അപ്പോൾ ഞാൻ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് മുത്തപ്പൻ്റെ കൈ പിടിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് കണ്ണൂർ പോയി. അവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എല്ലാ സ്ത്രീകളും എന്താ പറയുക, പരസ്പരം വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്യുന്നത്. നല്ല അനുഭവമാണ്. കുട്ടികൾക്ക് ചോറൂണിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ കോവിലിന് മുന്നിൽ ശ്രീമുത്തപ്പനും തിരുവപ്പനെയും കെട്ടിയാടിയത് ഭക്തർക്ക് അനിർവചനീയമായ അനുഭവമായിരുന്നു. തുടർച്ചയായ 16ാമത് വർഷമാണ് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും വരാറുള്ളതാണ്. ശരിക്കും പറശ്ശിനിക്കട പോകുന്ന അതേ ഒരു അനുഭവമാണ് ഇവിടെ ഉള്ളത്. വിളിച്ചാൽ വിളിയൊക്കെ ദൈവമാണ് മുത്തപ്പൻ. എല്ലാ വർഷവും നമുക്ക് ആ ഒരു ഫീലിംഗ് ഇവിടെ കിട്ടാറുണ്ട്. ഇന്ന് കുറച്ച് തിരക്കുണ്ട്, എന്നാലും എല്ലാ വർഷവും നമ്മൾ കുടുംബമായിട്ട് എല്ലാവരും വരാറുണ്ട്. വരും വർഷങ്ങളിൽ മുത്തപ്പൻ UAE-യിൽ വന്ന് ഭക്തരെ ആശീർവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ മടങ്ങിയത്. വടക്കേ മലബാറിലെ വിശ്വാസികളുടെ ആത്മാവും ആശ്വാസവുമായ ശ്രീമുത്തപ്പൻ അതിരുകൾ മായിച്ച് ദേശത്തിന് അപ്പുറത്തേക്ക് വളരുന്ന കാഴ്ചയ്ക്കാണ് അജ്മാൻ സാക്ഷ്യം വഹിച്ചത്.